നമസ്കാരം. ഇന്നലെ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പന്തളത്ത് BJP കഴിഞ്ഞ വർഷം നേടിയ നഗരസഭ പിടിച്ചെടുത്തു, വൻ വിജയം നേടി CPM എന്നാണ്. BJPയെ നേരിടാൻ CPMന് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ്. എന്നാൽ അദ്ദേഹം ഇരിക്കുന്ന സ്ഥലം, അതായത് തലസ്ഥാനത്ത് തിരുവനന്തപുരം, കഴിഞ്ഞ തവണ 55 സീറ്റോടെ ഏറ്റവും വലിയ കക്ഷിയായിരുന്ന CPM ഭരിച്ച ആ സ്ഥലം ഇത്തവണ ആരുടെ കൈവശമാണ്? ഇത്തവണ അത് BJPയുടെ കൈവശമാണ്. BJP 50 സീറ്റിൽ വിജയിച്ച്, 100 സീറ്റിൽ 50 സീറ്റും വിജയിച്ച് അവിടെ അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് പിണറായി വിജയൻ്റെ പ്രസ്താവനയെക്കുറിച്ചല്ല, തിരുവനന്തപുരത്തെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. ഇന്ത്യയിൽ BJP പ്ലാൻ ചെയ്യുന്ന പദ്ധതികളിൽ ഒന്ന്, എവിടെയെങ്കിലും അധികാരമില്ലെങ്കിൽ അതിലെ തലസ്ഥാനത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിലെ കോർപ്പറേഷൻ ഇലക്ഷനിൽ വൻ വിജയം നേടുക, അതിനുശേഷം അത് വെച്ച് ആ സ്റ്റേറ്റ് പിടിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം പിടിക്കാൻ വേണ്ടി ഏറ്റവും അധികം പ്ലാൻ ചെയ്തിട്ടുള്ളത് അമിത്ഷാ തന്നെയാണ്. അമിത്ഷാ പറഞ്ഞത് തൃശ്ശൂരും തിരുവനന്തപുരവുമാണ്. തൃശ്ശൂർ ഏൽപ്പിച്ചപ്പോൾ അത് സുരേഷ് ഗോപിക്കാണ് ഏൽപ്പിച്ചത്. അദ്ദേഹം 8 നിലയിൽ പൊട്ടി. ഇപ്പോൾ സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് ഉള്ള വിവരങ്ങളാണ് കേൾക്കുന്നത്. എവിടെ ചോദിച്ചാൽ അറിയില്ല. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ വൻ വിജയം നേടിയത് ചരിത്രപരമായി അദ്ദേഹത്തിന് വലിയ നേട്ടമാണ്. അദ്ദേഹം പ്രസിഡന്റായ ശേഷം കേരളത്തിൽ BJPയുടെ വോട്ട് 5% ലോക്സഭയിൽ നിന്ന് കുറഞ്ഞെങ്കിലും, പക്ഷെ തിരുവനന്തപുരം പിടിച്ചതോടുകൂടി അവരുടെ ഗ്ലാമർ കൂടി. എന്നാൽ ആ ഗ്ലാമർ എല്ലാം അട്ടിമറിക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ ഈ ഇലക്ഷൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ കഴിഞ്ഞ തവണ 35 സീറ്റ് വരെ എത്തിച്ചതിൽ ഏറ്റവും നിർണായക പങ്കുവഹിച്ച ഒരാളുടെ VV രാജേഷ്, തിരുവനന്തപുരത്തെ BJPയെ വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച, അതിൻ്റെ അടിത്തറ പാകുന്നതിൽ നിർണായക പങ്കുവഹിച്ച, ഏത് പ്രശ്നങ്ങൾക്കും മുന്നിലും പിന്നിലും നിന്ന് ഫൈറ്റ് ചെയ്ത VV രാജേഷിനെ വെട്ടിമാറ്റാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ക്രൈം പുറത്തുവിടുന്നത്. അതായത് അദ്ദേഹത്തെയാണ് മേയർ സ്ഥാനാർത്ഥിയായി എല്ലാ തലത്തിലും പാർട്ടി അണികളിലും ജനങ്ങളിലും അതേപോലെ പാർട്ടി തിരഞ്ഞെടുക്കപ്പെട്ട 50-ൽ 45 മെമ്പർമാരിലും അഭിപ്രായമുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് അതിന് കാരണമുണ്ട്. അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ ധാരാളം സമരങ്ങളിൽ ഏർപ്പെട്ടു. അദ്ദേഹം ശബരിമല സമരത്തിൽ പമ്പയിൽ പോയി സമരം ഏർപ്പെട്ടു, സന്നിധാനത്ത് പോയി സമരത്തിൽ ഏർപ്പെട്ടു, അതേപോലെ തിരുവനന്തപുരം സമരത്തിൽ ഏർപ്പെട്ടു, മഞ്ചേരിയിൽ ഏർപ്പെട്ടു. അങ്ങനെ നിരവധി കേസുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ആ കേസുകളെല്ലാം നേരിട്ടെന്തിനു വേണ്ടിയിട്ടാണ്? പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്. തല്ലുകൊണ്ട് ഇത്രയും കാലം പാർട്ടിയെ നയിച്ച അദ്ദേഹത്തെ വെട്ടിമാറ്റുന്നതിന് കാരണമായിട്ടുള്ളത് ഒരു നേതാവിൻ്റെ പിന്നിലെ പ്രവർത്തനമാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അത് മറ്റാരുമല്ല, ഒരു ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതിയായ സുരേഷ് എന്ന് പറയുന്ന അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തെക്കുറിച്ച് വ്യാപകമായ പരാതി വന്നിട്ട് കുറേ കാലമായി. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് പകരം ഇദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും ഒരു പെൺകുട്ടി പരാതി കൊടുത്താൽ പിന്നീട് നിരവധി പേർ ഒരുമിച്ച് പരാതി കൊടുക്കാൻ ധൈര്യം കാണിക്കാൻ റെഡിയായി നിൽക്കുന്നു എന്നുള്ള വിവരങ്ങൾ പാർട്ടിക്കുള്ളിൽ അതിൻ്റെ ഇടയിൽ ചർച്ചയാവുകയും അത് വാർത്ത പുറത്തു വരികയും ചെയ്തിട്ടുള്ള അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല സ്ഥലങ്ങളിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇത്തരം ആരോപണങ്ങൾ ക്രൈമിൻ്റെ അടുത്ത് വന്നിരുന്നു. നിജസ്ഥിതി കൃത്യമായി അറിയാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അത്തരം ഒരു പരാതി അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വരികയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പണി അദ്ദേഹത്തിന് പാരയായി വരുന്ന, അദ്ദേഹത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി മാറുന്ന ആരെങ്കിലും വന്നാൽ അവരെ വെട്ടിമാറ്റുക എന്നുള്ളതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വൻ വിജയം നേടുന്നതിൽ ഏറ്റവും മുഖ്യ പങ്കുവഹിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ രാജീവ് ചന്ദ്രശേഖരാണ് വെച്ചാൽ അല്ല. അദ്ദേഹം നേതൃത്വം കൊടുത്ത് അദ്ദേഹം നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇത്തവണ. മറ്റെല്ലാ സ്ഥലങ്ങളിലും BJP തകർന്ന് തരിപ്പണമായപ്പോൾ BJPയെ പിടിച്ചു നിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുക മാത്രമല്ല 50 സീറ്റ് നേടിയെടുക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, അതിൻ്റെ അടിത്തറ പാകിയത് ആരാണ്? അടിത്തറ പാകിയതിൽ ഏറ്റവും മുൻപന്തിയിൽ തല്ലുകൊണ്ട്, ഇടികൊണ്ട്, പോലീസ് ഓട്ടിച്ച് അതിനോട് ഏറ്റുമുട്ടി പ്രവർത്തകരെ സജീവമാക്കി തിരുവനന്തപുരത്തെ BJP ശക്തിയായ അടിത്തറ പാകുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആളാണ് VV രാജേഷ്. ആ VV രാജേഷിന് നിരവധി കേസുകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ രാജേഷിനെ വെട്ടിമാറ്റിയെങ്കിൽ തനിക്ക് നാളെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടും, പല കാര്യങ്ങളിലും താൻ തടയപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാജേഷിനെതിരെ ഒരു വളരെ വിശദമായ ഒരു കത്ത് തന്നെ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. ആ കത്തിൻ്റെ പിന്നിലും, അതായത് അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കടക്കം, അതേപോലെ BJP അഖിലേന്ത്യാ പ്രസിഡന്റിനടക്കം, അതൊക്കെയടക്കം പരാതി പോയിരിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ മാറ്റി ആരെ നിയമിക്കാനുള്ളതാണ്? ശ്രീലേഖ IPSനെ നിയമിക്കാനുള്ള
തിരുവനന്തപുരം മേയറായി നിയമിക്കാനുള്ള തത്രപ്പാടിലാണ് BJP ഇപ്പോൾ. അതിന് കാരണമായിട്ടുള്ള കുറേ കേസുകൾ ആ പരാതിയിൽ പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് 1601/2012 കണ്ടോൺമെന്റ് പോലീസ് JFCM കോർട്ടിൽ 1601/2013 ക്രൈം നമ്പറിലുള്ള കേസ്. അതേപോലെ മഞ്ചേരി പോലീസ് എടുത്ത CC 1007/2017 JFMC1M ഉള്ള കേസ്. കണ്ടോൺമെന്റ് പോലീസ് തിരുവനന്തപുരം ST 1614/2015 JFMC 3 കേസ്. സന്നിധാനം, അതായത് പത്തനംതിട്ട ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് അയ്യപ്പന് വേണ്ടി അവിടെ സമരം നടത്തിയുള്ള ആളാണ്. CC 597/18 JFCM റാന്നിയിലുള്ള കേസ്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ശബരിമലയിൽ സന്നിധാനത്ത് പോയിട്ട് പോലും ശബരിമല അന്നത്തെ സ്ത്രീകളെ, നഗ്നരായ സ്ത്രീകളെ 10-50 വയസ്സുള്ള സ്ത്രീകളെ കയറ്റുമെന്ന് ഇടതുപക്ഷം പ്രഖ്യാപിച്ചപ്പോൾ അത് തടയാൻ പോയിട്ടുള്ള ധീരനായ നേതാവാണ് VV രാജേഷ്. പേരൂർക്കട തിരുവനന്തപുരം 3929/2013 CC നമ്പറിലെ കേസ്. JFCMC 2 തിരുവനന്തപുരം. പമ്പ പത്തനംതിട്ട CC 1376/20 300 നമ്പറുള്ള JFCM റാണിയുള്ള കേസ്. ഇങ്ങനെ നിരവധി കേസുകളുടെ ഡീറ്റെയിൽ ആണ്. ഇയാൾ ഭയങ്കര ക്രിമിനലാണ്, പിടികിട്ടാപ്പള്ളിയാണ് ഒക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. മാത്രമല്ല എൻഫോഴ്സ്മെന്റിന് നേരത്തെ ഒരു പരാതി പോയതിന് പിന്നിലും സുരേഷാണെന്നുള്ള ഊഹാപോഹങ്ങൾ പറഞ്ഞിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ആ എൻഫോഴ്സ്മെന്റിന്റെ കാര്യങ്ങൾ ഇദ്ദേഹം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്. അതിന് പറയുന്നത് 400 ഗ്രാം സ്വർണം, അതായത് 50 പവനോളം സ്വർണം അദ്ദേഹത്തിൻ്റെ പേരിൽ, 50 ലക്ഷം രൂപയുടെ സ്വർണം അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടെന്നും അതേപോലെ 1 കോടി രൂപയുടെ സ്വത്തുണ്ടെന്നും കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ അനധിക സമ്പാദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്ന് പറഞ്ഞിട്ടാണ് എൻഫോഴ്സ്മെന്റ് പരാതി പോയിരിക്കുന്നത്. അങ്ങനെ ഈ അദ്ദേഹത്തിനെതിരെ ഈ പറയുന്ന അഡ്വക്കേറ്റ് VV രാജേഷിനെതിരെ വ്യാപകമായ രൂപത്തിൽ ഇങ്ങനെ പരാതി പോയിട്ട് അതിൽ പെണ്ണ് കേസടക്കം പരാതി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന സുരേഷിനെതിരെയുള്ള ആരോപണങ്ങളെല്ലാം തന്നെ കൃത്യമായി VV രാജേഷിനെതിരെ മറച്ചിട്ട് നേരത്തെ ഈ പറയുന്ന സുരേഷിനെതിരെ വന്ന ആരോപണങ്ങൾക്കെല്ലാം പിന്നിൽ VV രാജേഷ് ആണെന്നുള്ള പ്രചരണം നടത്തിയിട്ടാണ്. അതിന് ഞാൻ തിരിച്ചടി കൊടുത്തതാണെന്ന് പറയുന്ന ഒരു പ്രചരണമാണ്, അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഇതൊന്നും അറിയുന്നില്ല. അദ്ദേഹം നമുക്കറിയാം തിരുവനന്തപുരത്ത് അടിത്തറ ഭാഗ്യം 35 സീറ്റ് വരെ അടിത്തറ ഭാഗ്യമുള്ള ഒരു 15 സീറ്റും കൂടെ പിടിച്ചെടുത്തു എന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം. അതിന് ഇപ്രാവശ്യം ആവശ്യത്തിലധികം പ്രചരണം നടത്തി, സോഷ്യൽ മീഡിയ പ്രചരണം നടത്തി, ധാരാളം പണം ആവശ്യത്തിലധികം ഇതിനു വേണ്ടി ഇറക്കി, വലിയ ബോർഡുകൾ മറ്റൊക്കെ സ്ഥാപിച്ചു, കൃത്യമായി അദ്ദേഹം പദയാത്ര നടത്തി. അങ്ങനെ തിരുവനന്തപുരം പിടിച്ചെടുത്തതിൽ അദ്ദേഹത്തിന് മുഖ്യ പങ്കുണ്ട്. എന്നാൽ ഇപ്പോൾ അവിടെ മേയറാക്കാൻ പോകുന്ന ആരാണെന്ന് അറിയാമോ? അതാണ് ഏറ്റവും രസം. അതായത് ഒരു ബ്രാഹ്മണ ശാപം ഏറ്റു എന്ന് കരുതുന്ന ആരാണ്? നമ്മുടെ ശ്രീലേഖ IPS. ശ്രീലേഖ IPS എങ്ങനെയാണ് ബ്രാഹ്മണ ശാപം ഏൽക്കുന്നത്? കവിയൂർ കേസ് എന്നുള്ളൊരു കേസ് എല്ലാവർക്കും അറിയാം. BJP ഏറ്റവും അധികം ഫൈറ്റ് ചെയ്തുള്ള കേസാണ്. ചിലപ്പോൾ അത് ശ്രീലേഖയ്ക്ക് അറിയുണ്ടാവില്ല. ആ കേസിൽ ഒരു പാവപ്പെട്ട പൂജാരിയായ നാരായണൻ നമ്പൂതിരിയും 5 അംഗ കുടുംബവും കൊല്ലപ്പെടുകയാണ്. ആത്മഹത്യ ചെയ്തു എന്നാണ് CBIയും അതേപോലെ പോലീസും കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. ആ കേസിൽ ഈ പറയുന്ന നാരായണൻ നമ്പൂതിരി സ്വന്തം മകളെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഒരു കഥയുണ്ടാക്കിയത് CBI ആണ്. നോക്കണേ, അച്ഛൻ നാരായണ നമ്പൂരി ഇങ്ങനെ മോളെ പീഡിപ്പിച്ചു എന്നൊരു കഥ ഉണ്ടാക്കണമെങ്കിൽ എന്തുമാത്രം അതിന് പിന്നിൽ കളിയുണ്ടാക്കും. അതിന് പിന്നിൽ കളിച്ചത് SP നന്ദകുമാരൻ നായർ എന്ന പരമതണ്ടിയാണ്. അദ്ദേഹത്തിനെതിരെ ഞാൻ CBI കോടതിയിൽ ഫൈറ്റ് ചെയ്തു. അവസാനം ഈ പറയുന്ന കഥയെല്ലാം കെട്ടുകഥയാണെന്നും യാതൊരു അടിസ്ഥാനവുമില്ലെന്നും കണ്ടെത്തി. അവസാനം ഞാൻ അതിനകത്ത് കണ്ടെത്തിയ ഒരു കാര്യം, ഏറ്റവും സുപ്രധാനമായ കാര്യം എന്താ അറിയാമോ? ഇതിൽ ഈ കൊലപാതകം നടന്ന ദിവസം 2004 സെപ്റ്റംബർ 27 രാത്രി ആണ് കൊല്ലപ്പെടുന്നത്. ആ ദിവസം രാത്രി അവിടെ ഒരു സംഘം ആളുകൾ അവിടെ അകത്ത് കയറിയിരുന്നു. അതിൽ ഒരു പ്രമുഖ നേതാവിൻ്റെ മകനുണ്ടായിരുന്നു. ആ ആളാണ് ഈ പെൺകുട്ടിയെ അനഘ എന്ന് പറയുന്ന 15 വയസ്സുള്ള സുന്ദരിയും നർത്തകിയുമായ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതെന്നും അതിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടിയുടെ രഹസ്യഭാഗത്തിൽ സ്പെർമറ്റോസോവ് ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തി. അങ്ങനെ കണ്ടെത്തിയത് സ്വാഭാവികം എന്ത് ചെയ്യണം? അത് കണ്ടെത്തിയ സാധനം DNA ടെസ്റ്റ് നടത്തണം. DNA ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിൽ ആരാണ് കുറ്റവാളി എന്ന് കൃത്യമായി കണ്ടുപിടിക്കാമെന്നിരിക്കെ അന്ന് അന്വേഷണ ചുമതലയുണ്ടായിരുന്ന നമ്മുടെ ശ്രീലേഖ അത് ചെയ്തില്ല. അങ്ങനെ കേസ് അട്ടിമറിക്കപ്പെട്ടു. ഇതിനാസ്പദമായിട്ട് ജസ്റ്റിസ് ബസന്തനൊരു കത്ത് വന്നിരുന്നു. അതിൽ പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ മകൻ, അത് MABയുടെ മകൻ, അതേപോലെ കോട്ടയം പോലീസ് സൂപ്രണ്ട് ഗോപിനാഥ്, അതേപോലെ ജോയ് അലിക്കാസ്,
അങ്ങനെയുള്ള ആളുകളെല്ലാം ആണ് ഈ കുട്ടിയെ ലതാ നായർ എത്തിച്ചു കൊടുക്കുകയും പല സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളത് പറയുന്നത്. ആ സംഭവത്തിന് ശേഷം ഈ പറയുന്ന ലതാ നായർ കിളിയൂർ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ള പേടിയിൽ നാരായണ നമ്പൂരിയുടെ വീട്ടിൽ, കവിയൂരിലെ വീട്ടിൽ താമസിക്കുകയും അവിടെ നിന്ന് പിന്നെ രക്ഷപ്പെടുന്ന വഴി ആരോ അറിഞ്ഞ് പിന്നെ അവർ ട്രെയിൻ കയറാൻ പോകുമ്പോൾ നാട്ടുകാരറിയും. ഇതിൻ്റെ പേരിൽ അതേ അപഹസിക്കപ്പെട്ട് പിന്നീട് ആത്മഹത്യ ചെയ്തു എന്നൊരു കഥയുണ്ടാക്കി പോലീസ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഈ നാരായണ നമ്പൂരി എല്ലാ കാര്യങ്ങളും ഈ കോട്ടയം പോലീസായ CI സുരേഷിന് വശം എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി. ഈ വെളിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം അന്നത്തെ പോലീസ് സൂപ്രണ്ടായിരുന്ന ഗോപിനാഥനെ വിവരം കൊടുത്തു. ഗോപിനാഥ് ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹം അടക്കമുള്ള ആളുകളാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ കഥ നാരായണ നമ്പൂരി പറയുന്നത്. സ്വന്തം പിതാവ് തന്നെ പറയുന്നത് എങ്ങനെയാണ്? ലതാ നായർ ഈ കുട്ടിയെ വീട്ടിൽ ലതാ നായർ ഒളിവിൽ താമസിച്ചപ്പോൾ ആ സമയത്ത് ഉള്ളത് തുറന്നു പറഞ്ഞ ആരോട്? നാരായണ നമ്പൂരിയോട്. അങ്ങനെ എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ എന്തായി കാര്യം? എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ പിന്നെ ഇത് ഗോപിനാഥ് എന്ത് ചെയ്തു? അപ്പോൾ തന്നെ ഈ കുടുംബം ജീവിക്കുകയാണെങ്കിൽ അത് വലിയ അപകടമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം അന്ന് പ്ലാൻ ചെയ്ത് ചില പോലീസുകാരടക്കമുള്ള ആളുകളെ പറഞ്ഞയക്കിയ ഒരു വനിതാ നേതാവിൻ്റെ ശ്രീമതി ടീച്ചറുടെ മകനടക്കമുള്ള ആളുകളെ അവിടെ കൊണ്ടുവിട്ടു എന്നാണ് ഒരു പോലീസുകാരൻ എനിക്ക് അയച്ച കത്തിൽ പറയുന്നത്. ഞാൻ കോടതി ഹാജരാക്കിയിട്ടുണ്ട് അതിൻ്റെ അഫിഡവിറ്റ്. അപ്പം ആ കേസിൽ ഏറ്റവും സുപ്രധാനമായ കേസ് അട്ടിമറിച്ച ആളാണ് ഈ ശ്രീലേഖ. അതല്ല ഏറ്റവും രസം. ഈ കത്ത് അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥയായ ശ്രീലേഖയ്ക്ക് ആര് കൈമാറി? ഹൈക്കോടതി കൈമാറി. ജസ്റ്റിസിന് വന്ന കത്ത് അനഘയുടെ സുഹൃത്ത് എന്ന് പറയുന്ന ഒരു കുട്ടി അയച്ചൊരു കത്തായിരുന്നു. അത് പിന്നീട് കവിയൂർ കേസിൽ ഹാജരാക്കിയില്ല എന്ന് കണ്ട് ഞാൻ കോടതിയിൽ വാദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിന് CBIക്ക് ഈ ശ്രീലേഖ IPS കൊടുത്ത മൊഴി എന്താണെന്ന് അറിയാമോ? അത് കിളിയൂർ കേസിലേതാണ് എന്ന് പറഞ്ഞ് അത് ആദ്യം മൊഴി അങ്ങനെ മാറ്റിമറിച്ചു. ഈ കത്തെ ഇതിൽ കവിയൂർ കേസിൽ ഇല്ല എന്ന് പറഞ്ഞ് മാറ്റിമറിച്ചു. അവർ കൃത്യമായി അതിൽ ഉള്ളടക്കം പറയേണ്ടതായിരുന്നു. കോടിയേരി ബാലകൃഷ്ണനെ MA ബേബിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ അവരുടെ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബോധപൂർവം ശ്രീലേഖ ഇങ്ങനെ ഒരു കത്തിനെ അട്ടിമറിച്ചത്. ഇങ്ങനെ ഒരു കത്തുണ്ടെന്നുള്ള കാര്യം എനിക്ക് ആദ്യം അറിയിക്കുന്ന ആരറിയാമോ? എനിക്ക് കിട്ടുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? DIG ശ്രീലേഖയുടെ ഓഫീസിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എനിക്ക് രഹസ്യമായി അയച്ചതെന്നാണ്. അത് ഞാൻ ശ്രീലേഖയോട് വിളിച്ചു ചോദിച്ചു, സത്യമാണെന്ന് ചോദിച്ചു. സത്യമാണെന്ന് അവർ പറഞ്ഞു. ഇത് തന്നെയാണ് രാജശേഖരൻ നായർ എന്ന് പറയുന്ന പ്രമുഖനായ പ്രശസ്തനായ പത്രപ്രവർത്തകൻ ഈ ശ്രീലേഖയെ നേരിട്ട് കണ്ട് ഈ കാര്യം അന്വേഷിക്കുകയും അപ്പോൾ അവർ ഈ കത്ത് കാണിച്ചു കൊടുത്തു, എന്നിട്ട് നോട്ട് ചെയ്തു. അതിൻ്റെ അകത്ത് കൃത്യമായി പറയുന്നുണ്ട് വിവരങ്ങളെല്ലാം. അതിൽ പറയുന്നതാണ് കോടിയേരി ബാലകൃഷ്ണൻ ഒരു ഫിലിം പ്രൊഡ്യൂസർ എന്ന നിലയിലാണ് ഈ പെൺകുട്ടിയെ ഉപയോഗിച്ചത്. അതിനുശേഷം പിന്നീട് TV ചാനൽ കുട്ടി കോടിയേരി ബാലകൃഷ്ണനെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി, രാഷ്ട്രീയ നേതാവാണ് എന്ന് പറഞ്ഞിട്ട് ലതാ നായരുടെ ഏറ്റുമുട്ടി എന്നുള്ളതാണ്. അതായത് ഈ കുട്ടിക്ക് സിനിമയിൽ വലിയ അഭിനയിക്കാനുള്ള മോഹം ഉണ്ടായിരുന്നു, വലിയ സിനിമാ നടിയാക്കാമെന്നായിരുന്നു ലതാ നായർ ഓഫർ ചെയ്തിരുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും അറിയുന്ന ഈ കത്തുപയോഗിച്ച് അന്ന് തന്നെ അന്വേഷണം നടത്തി കോടിയേരി ബാലകൃഷ്ണൻ MA ബേബിയും ശ്രീമതി ടീച്ചറൊക്കെ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ആ ശ്രീലേഖ ഒന്നും ചെയ്തില്ല. മാത്രമല്ല ഏറ്റവും തെളിവായ DNA ടെസ്റ്റ് പോലും അട്ടിമറിക്കപ്പെട്ടു. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ മേയറായി വരുന്നത്. ഇങ്ങനെയുള്ളൊരു മേയറെയാണ് ഇപ്പോൾ VV രാജേഷിനെ പോലെ പ്രമുഖനായ നേതാവിനെ അട്ടിമറിച്ചുകൊണ്ട് ഇപ്പോൾ അവിടെ മേയറാക്കുന്നത്. ഇത് എത്ര കാലം ഇതേപോലെ എന്തെല്ലാം അട്ടിമറിക്കും? മുമ്പ് അവിടെ ആര്യ രാജേന്ദ്രനാണ് അട്ടിമറിയുടെ രാജകുമാരിയെങ്കിൽ ഇപ്പോൾ അട്ടിമറികൾ നടത്തി പരിചയമുള്ള പോലീസിലെ സുപ്രധാനമായ കേരളത്തിലൊരു പാവപ്പെട്ട നാരായണ നമ്പൂരിയും കുടുംബത്തെയും കൊന്നവർക്ക് കൂട്ടുനിന്ന് അതേ കൂട്ടുത്തരവാദിത്തമുള്ള ക്രിമിനലായ എന്ന് പറയാവുന്ന ആളാണ് ഈ പറയുന്ന ശ്രീലേഖ IPS. അവരാണ് ഇപ്പോൾ തിരുവനന്തപുരം മേയറാവുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നന്ദി, നമസ്കാരം.